ഇന്നും ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അത് ഇന്ന് വീട്ടിലാണുള്ളത്. അപ്പോൾ വീട്ടിൽ എനിക്കൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് എന്താ പറയുക, കുറച്ച് ഫ്രൂട്ട്സും എല്ലാം, പിന്നെ എനിക്കൊരു ബോഗൺവില്ലയുടെ ഭയങ്കര സ്പെഷ്യലായിട്ട് വെച്ചേക്കുന്നത്, എനിക്ക് ഭയങ്കര ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാ കളേഴ്സും നമ്മളിങ്ങനെ ഒരേപോലെ വെച്ചിട്ടുണ്ട്. ഇതേ ഒരുവിധം ഇതെല്ലാം സിമിലർ കളേഴ്സ്, അതുകൊണ്ട് ഞാനെല്ലാം കൂടെ ഈ പോട്ടിൽ വെച്ചു. ഇതുപോലെ ഇതും നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ റിങ്ങായിട്ട് വെച്ചിട്ട് ഒത്തിരി ഉണ്ടായത്. അപ്പോൾ ഒരു സെക്കൻഡ് ടൈം ഫ്ലവർ ഉണ്ടായപ്പോൾ മൊത്തം കട്ട് ചെയ്ത് നിർത്തിയപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ എല്ലാം തീർന്നു. ഇനിയിപ്പം പുതിയത് വരുന്നുണ്ട്, കണ്ടോ, ഒത്തിരി വരുന്നുണ്ട്. അതിൽ ഒത്തിരി കളേഴ്സ് ഉള്ളതാണ്, എല്ലാം പോയി. ഇതും ഇപ്പോൾ 3 കളേഴ്സ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഫ്ലെയിം മറ്റേ ചില്ലി റെഡ്, ഇപ്പം നമ്മുടെ ഈ ഇയറിലെ ലേറ്റസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് നോക്കിയേ, ഇത് കണ്ടോ, മറ്റേ ഹവായ് വൈറ്റ്, ഇതിലൊക്കെ നിറയെ ഉണ്ടായത് കേട്ടോ. പിന്നെ ഇതാണ് ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണ്, കമേലിയ. ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഈ സംഭവം. ഇത് കണ്ടോ, ഇത് ഒരു വലിയ ഫ്ലവറാണ് ഇത് വളർന്നു കഴിയുമ്പോൾ. ഇത് ഒത്തിരി ഉണ്ടായതാണ് കേട്ടോ, സെക്കൻഡ് ടൈമാണ്. ഇതിൽ ഒത്തിരി ബഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, കമേലിയ എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ ഒരുപാട്. ഇത് വലിയൊരു പോട്ട, അത്രയും വലിയ ചെടിയാണ്. ഇതാ ഒത്തിരി ബഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം. ഇത് നോക്കാം, ഇത് വെറൈറ്റിയാണ് എന്ന് വെച്ചാൽ ഇതാ വേറൊരു ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അത്രയും വിരിയില്ല അത്. ഇത് കണ്ടോ, ഇതെന്താ ഐസ്ക്രീം എന്നൊക്കെയാണ് പറയുന്നത്. ഐസ്ക്രീം ബാക്കി അറിയില്ല. ചില്ലി ഐസ്ക്രീം, സോറി, ചില്ലി ഐസ്ക്രീം, പേര് പെട്ടെന്ന് പറഞ്ഞു. ഇതും ഒരു വെറൈറ്റിയാണ് കണ്ടോ. ഈ ഫ്ലവറൊക്കെ വെരിഗേറ്റഡ് ആണിത്. ഇതിനകത്ത് ഒരു അടീനിയം വേറെ കളറിലിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, അത്രയും കട്ട ഫ്ലവറായിട്ട്. ഇതുണ്ടോ, മഴ പെയ്തിട്ടിലൊക്കെ വെള്ളമാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഇത് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലവേഴ്സ് മാത്രമല്ല, എല്ലാം എനിക്ക് ഭയങ്കര ഇതാണ്. ഇത് നോക്ക്, സ്പെഷ്യൽ ഐറ്റംസ് സൈഡിലോട്ട് വെച്ചേക്കുന്ന, ഇതൊക്കെ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഭയങ്കര സ്പെഷ്യലാട്ടോ ഇത്. ഒത്തിരി അതിൻ്റെ ഇത് കണ്ടോ, നോക്ക് എന്ത് ഭംഗിയാണെന്നറിയാം. വെറൈറ്റി കേട്ടോ. ഇത് എന്താ പറയുക, അതിൻ്റെ ലീഫും ആ ഫ്ലവറൊക്കെ കണ്ടോ, വെറൈറ്റി അത് നോക്കി. ഇത് പിന്നെ ഒരുപാട് കളേഴ്സൊക്കെ ഉള്ളതാണ്. ഇതാ ഇതൊക്കെ ഒരു കളറ്. ഇതിന് ഒത്തിരി ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതാ ഇത് നോക്ക്, പിന്നെ അങ്ങോട്ട് ഒത്തിരി ഉണ്ട്. ഇത് കണ്ടോ, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇതാ ഓരോന്നും ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഒരാളും കൂടെ അറിയുന്നത് കേട്ടോ. എവിടെ നടന്നാലും വന്നോളൂ. ഇതാ പിന്നാലെ നടന്നോളൂ. അവൻ ആദ്യം എല്ലാം കാണിക്കുന്നത്. നീ കാണിച്ചു തരാം. ഇനി ഇവിടെ ബാക്കിൽ കുറച്ച് ചെറിയൊരു ഗാർഡൻ കൂടി, പക്ഷെ വലിയൊരു ഗാർഡൻ അപ്പുറത്തുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ബോഗൺവില്ലയുടെ സ്പെഷ്യലായിട്ട് അപ്പുറത്തിട്ട് ഇവിടെ കുറച്ച് ചെടി വെച്ചിട്ടുള്ളൂ. പേടയും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലായിട്ടുള്ളത് വരെ കണ്ടോ, അത്ര ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്രയൊക്കെ ആയിട്ടും ഇതിനകത്തൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഇത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നല്ല രസമാണ്. കൂടെ കണ്ടോ, പേര ഉണ്ടായിട്ടുണ്ട്, 2 ഉണ്ട്, പപ്പായൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സ്ഥലത്താണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. ഇതിലിങ്ങനെ ഇത് ഉണ്ടായി കിടക്കുന്നുണ്ടപ്പോൾ ഭയങ്കര ഭംഗി. അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തന്നെ. വേറൊരു ചെറിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒത്തിരി പറിച്ചു. പക്ഷെ അതിന് മുമ്പ് കായ്ക്കണമെന്ന് വെച്ചു, പക്ഷെ പറ്റില്ല. അതായിരുന്നു
ഇതിലാകെ പറഞ്ഞോളൂ. ബാക്കി എല്ലാം ഇതെല്ലാം പറിച്ചതാണ് വലുതായിട്ട്, കണ്ടോ? അതെല്ലാം ഇതിനകത്തെല്ലാം നല്ല സ്വീറ്റ് ആയിട്ടുള്ളായിരുന്നു, എല്ലാം പറിച്ചതാണ്. വേണ്ട, ഇതിൽ വേറെയും കുറേ ഉണ്ടായിട്ടോ. പക്ഷെ അതേ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വെയിലിൻ്റെ ചൂടിലാന്ന് തോന്നുന്നു, അതൊക്കെ പോയി. പിന്നെ ഇതാ ഇവിടെ വേറെ ഒരെണ്ണം കൂടി, ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അതൊക്കെ ഇത് വേണ്ട ഇതാ. പക്ഷെ ഇത്ര ചെറിയ മാവാട്ടോ, ഭയങ്കര ചെറിയ മാവാണ് ഇതിനകത്തോട്ട്. പക്ഷെ എല്ലാവരും ഇപ്പം ഭയങ്കര കുറേ ഇതേപോലെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം കിടക്കുന്നത് ഇതൊക്കെ വേണ്ടതേ, അതിൻ്റെ ഇടയിൽ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് ഇതാ കണ്ടോ, അവിടെ ഉണ്ട്. ആ അപ്പം ഇനി ചിക്കു ഉണ്ടായിക്കണം, കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട് ചിക്കു ഇതിനകത്ത് വെച്ച്. നമ്മുടെ വീടിൻ്റെ സൈഡിലുണ്ടായതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഭയങ്കര സന്തോഷമാട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഇത് ചുമ്മാ ഇതിങ്ങനെ കാറ്റിൽ മറിഞ്ഞു പോവാതെ നമ്മൾ കെട്ടി വെച്ചേക്കുന്നതായിരുന്നേ. ഇതാ ഇതൊക്കെ അത് താഴെ ഇങ്ങനെ മണ്ണിൽ മുട്ടാതെ ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കൊടുത്തേക്കുക, അല്ലെങ്കിൽ താഴെ മണ്ണിൽ മുട്ടിയാലോ എന്ന് വെച്ചിട്ട്